പ്രിയ സത്യവിശ്വാസികളെ, കടം മാറാൻ സഹായിക്കുന്ന അമലുകൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കടബാധ്യതയിൽ നിന്ന് മോചനം നേടാനുള്ള ദുആകൾ ഏതൊക്കെയാണ്? ഇന്ന് നമുക്ക് ഖുർആന്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അതെല്ലാം വിശദമായി മനസ്സിലാക്കാം ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഈ ക്ലാസ് ഒരു നിമിഷം പോലും വിട്ടുപോകാതെ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു ദുആ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരു അമൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിന് പരിഹാരമാക്കാൻ അള്ളാഹു കാരണമാക്കിയേക്കാം ഇൻഷാ അള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ചില പരീക്ഷണങ്ങൾ മനുഷ്യനെ കരയിപ്പിക്കും. എന്നാൽ ചില പരീക്ഷണങ്ങൾ അവനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഇസ്ലാമിൽ കടം ഒരു ചെറിയ വിഷയമല്ല. അത് വെറും സാമ്പത്തിക ബാധ്യത മാത്രമല്ല, മനുഷ്യന്റെ മനസ്സിനെയും കുടുംബജീവിതത്തെയും ആരാധനയെയും വരെ ബാധിക്കുന്ന ഒരു വലിയ പരീക്ഷണമാണ്. ഇന്ന് അനേകം ആളുകൾ കടത്തിന്റെ ഭാരത്തിൽ കഴിയുകയാണ്. പകലായാലും രാത്രിയായാലും അവരുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത, ഈ കടം എപ്പോൾ തീരും? എന്നാൽ ഒരു സത്യവിശ്വാസി ഒരിക്കലും പ്രതീക്ഷ കൈവിടുന്നില്ല. കാരണം അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. അതോടൊപ്പം ഒരു കാര്യം നാം മറക്കരുത്, ദുആ മാത്രം ചെയ്താൽ മതിയാകില്ല, അമലും വേണം. അള്ളാഹുവിൽ തവക്കുലും വേണം, ഹലാൽ മാർഗത്തിലുള്ള പരിശ്രമവും വേണം. ഒന്നാമത്തെ അമൽ 5 നേരം നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ആദ്യ പരിഹാരം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. 5 നേരം നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഇറങ്ങി വരും. കടം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം നമസ്കാരത്തെ ശരിയാക്കണം. രണ്ടാമത്തെ അമൽ ദിവസവും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദിവസേന ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. നിങ്ങളും ദിവസവും കുറഞ്ഞത് 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ശീലം വളർത്തുക. ഇസ്തിഗ്ഫാർ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗം മാത്രമല്ല, റിസ്ക് വർദ്ധിക്കാനും പ്രയാസങ്ങൾ മാറാനും അള്ളാഹു നൽകിയ മഹത്തായ ഒരു കാരണമാണ്. മൂന്നാമത്തെ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലുകളിൽ ഒന്നാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരുടെ വിഷമങ്ങൾ ലഘൂകരിക്കപ്പെടുമെന്നും അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമെന്നും ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദിവസവും സമയം കണ്ടെത്തി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നാലാമത്തെ അമൽ ചെറിയ തുകയെങ്കിലും സ്വതക്ക നൽകുക. പലരും പറയാറുണ്ട്, എനിക്ക് കടമുണ്ട്, ഞാൻ എങ്ങനെ സ്വതക്ക നൽകും? എന്നാൽ ഓർക്കുക, സ്വതക്ക സമ്പത്ത് കുറയ്ക്കുകയല്ല, അള്ളാഹുവിൻ്റെ ബർക്കത്ത് വർദ്ധിപ്പിക്കുകയാണ്. 1 രൂപയാണെങ്കിലും ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി നൽകുക. അഞ്ചാമത്തെ അമൽ ഹലാൽ മാർഗത്തിലൂടെ പരിശ്രമിക്കുകയും കടം തിരിച്ചടയ്ക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുആ ചെയ്യുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഹലാൽ ജോലി ചെയ്യുക, പാഴ്ചെലവുകൾ ഒഴിവാക്കുക, വരുമാനത്തിൽ നിന്ന് കഴിയുന്നത്ര കടം വീട്ടാൻ മാറ്റിവെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കടം തിരിച്ചടയ്ക്കാൻ ആത്മാർത്ഥമായ ഉദ്ദേശമുള്ളവരെ അള്ളാഹു സഹായിക്കുമെന്നാണ്. കടം മാറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ദുആ, അല്ലാഹുമ്മ അക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫളിലിക അമ്മൻ സിവാക്. ഈ ദുആ എല്ലാ ദിവസവും ആത്മാർത്ഥമായി ചൊല്ലുക. കടം മാറാൻ ഒരു രഹസ്യമന്ത്രമില്ല, പക്ഷെ അള്ളാഹു കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. നമസ്കാരം, ഇസ്തിഗ്ഫാർ, സ്വലാത്ത്, സ്വതക്ക, ഹലാൽ പരിശ്രമം. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. അള്ളാഹു ഒരിക്കലും ആത്മാർത്ഥമായി അവനെ വിളിക്കുന്ന അടിമയെ കൈവിടുകയില്ല. അള്ളാഹു നമ്മുടെ എല്ലാ ഹലാൽ കടങ്ങളും വീട്ടിത്തരട്ടെ. നമ്മുടെ റിസ്കിൽ ബർക്കത്ത് നൽകട്ടെ. മനസ്സിന് സമാധാനം നൽകട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.